നമ്മൾ 100 ദിവസം കൊണ്ട് 100 പാഠങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലേ ഇത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, നമ്മൾ നിത്യജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡയറിയിൽ ഇതൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ മാത്രം പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഉപയോഗിക്കണം. കാരണം ഏത് ഭാഷയും നമ്മൾ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണ്, നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പഠിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നിന്ന് എന്നുള്ളതിന് ഫ്രം എന്നാണ് പറയുന്നത്. നിനക്ക് വീട്ടിൽ നിന്നൊരു എഴുത്തുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാല്ലേ, ഇത് നമ്മൾ ഉപയോഗിക്കാറേ ഉള്ളതല്ല, ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പറയുന്നതെന്നുള്ളത്. യു ഹാവ് എ ലെറ്റർ ഫ്രം ഹോം. യു ഹാവ് എ ലെറ്റർ ഫ്രം ഹോം. നിന്നെ കാണാൻ ആരോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പ്രയോജനമില്ലാത്തതാണ് അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഇങ്ങനെ ഒരു സംസാരം ഇപ്പോഴില്ല അല്ലേ. അവർ വരുന്നതിന് മുമ്പ് നമ്മളെ ഫോൺ വിളിച്ചു പറയും അല്ലേ. അപ്പോൾ ഇതും പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെ പറയാമെന്നുള്ളൂ. യു ഹാവ് എ വിസിറ്റർ ഫ്രം യുവർ ഹോം. You have a visitor from your home. ഒന്നുകൂടെ പറയാം, യു ഹാവ് എ വിസിറ്റർ ഫ്രം യുവർ ഹോം. നിനക്ക് ബാങ്കിൽ നിന്നൊരു ഫോണുണ്ട്. ഇത് പ്രയോജനമുള്ളതാണ് അല്ലേ. കാരണം നമ്മളൊരു ബൈക്ക് വാങ്ങിച്ചപ്പോൾ ഒരു EMI എടുത്തായിരുന്നു, അതുവരെ അടച്ചിട്ടില്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ഫോണുണ്ട്. ഏതൊരു ബാങ്ക് അറിയത്തില്ല, ആരോ എടുത്തിട്ട് പറയും നിനക്ക് ബാങ്കിൽ നിന്ന് ഒരു ഫോൺ ഉണ്ട് കേട്ടോ. യു ഹാവ് എ കോൾ ഫ്രം എ ബാങ്ക്. യു ഹാവ് എ കോൾ ഫ്രം എ ബാങ്ക്. അവിടെ എ ബാങ്ക് എന്നുള്ളത് ഏതൊരു ഒരു ബാങ്കിൽ നിന്നുള്ളൊരു അർത്ഥമാണ്. You have a call from a bank. You have a call from a bank. നമുക്ക് പറയാം നാശം. ഷക്സ്. 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 എവിടെ എന്നുള്ളതിന് വേറാണ് പറയുന്നത്. എവിടെ നിന്ന് എന്നുള്ളതിനും വേറെന്ന് പറയുകയാണെങ്കിൽ വേർ ഫ്രം എന്നും പറയാം. ഇപ്പോൾ സാഹചര്യം അനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. അതെ, ഈ ബീഫ് എവിടെ കിട്ടും? നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കും ഈ ബീഫ് എവിടെ കിട്ടും? ഇപ്പോൾ അതേ എന്നൊക്കെ ഉള്ളൊരു ഭവ്യതര രീതിയിലാണല്ലോ നമ്മളൊരു മലയാളിക്കട കണ്ടുപിടിച്ച് ചോദിച്ചു അതേ ബീഫ് എവിടെ കിട്ടും? വേർ ഡു യു ഗെറ്റ് ബീഫ്? വേർ ഡു യു ഗെറ്റ് ബീഫ്? അപ്പോൾ നമുക്ക് ചോദിക്കണം ഈ കേരള റൈസ് എവിടെ കിട്ടും അല്ലെങ്കിൽ ബ്രൗൺ റൈസ് എവിടെ കിട്ടും? വേർ ഡു യു ഗെറ്റ് ബ്രൗൺ റൈസ്? വേർ ഡു യു ഗെറ്റ് ബീഫ്? അല്ലെങ്കിൽ വേർ ഡു യു ഗെറ്റ് ഫിഷ്? മീൻ എവിടെ കിട്ടും? വേർ ഡു യു ഗെറ്റ് ബ്രൗൺ റൈസ്? വേർ ഡു യു ഗെറ്റ് കേരള റൈസ്? ഇനി ഗെറ്റ് എന്നുള്ളത് കിട്ടുക എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? വേർ ഡിഡ് യു ഗെറ്റ് ദിസ്? ഇവിടെ അവിടെ ഫ്രം എന്ന് വേണം ഉപയോഗിക്കാം. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? അങ്ങനെ വേണം ഉപയോഗിക്കാം. വേർ ഡിഡ് യു ഗെറ്റ് ദിസ്? ഐ ഗോട്ട് ഇറ്റ് ഫ്രം രാജൂസ് ഷോപ്പ്. രാജുവിൻ്റെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം രാജൂസ് ഷോപ്പ്. അപ്പോൾ അപ്പസ്ട്രോഫി ഇട്ട് കഴിഞ്ഞാൽ ഇൻ്റെ ആണെന്നാണ് അർത്ഥം അല്ലേ. രാജുവിൻ്റെ, അത് രാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതിന് അതാണ് രാജൂസ് ഷോപ്പ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം രാജൂസ് ഷോപ്പ്. വേർ ഡിഡ് യു ഗെറ്റ് ദിസ്? എത്ര രൂപയായി? ഹൗ മച്ച് ഡിഡ് യു പേ? ഹൗ മച്ച് ഡിഡ് യു പേ? 200, 200 രൂപ. അത്രേ ഉള്ളൂ? ഓൺലി ദാറ്റ് മച്ച്? അല്ല ഇങ്ങനെ വേണം ചോദിക്കാം, ജസ്റ്റ് ദാറ്റ് മച്ച്? 200 ഉള്ളൂ? ഹൗ മച്ച് ഡിഡ് യു പേ? How much did you pay? 200. Only that much? Just that much? ഈ പാവാട എവിടെ നിന്നാണ് വാങ്ങിച്ചത്? അപ്പോൾ നമ്മൾ പെൺകുട്ടികളൊക്കെ ഇടുന്ന നീളത്തിലുള്ള പാവാട, അതല്ല നമ്മൾ പാവാട എന്ന് പറയുന്നത് അല്ലേ. പാവാടയും ബ്ലൗസും ഇടാറുണ്ട്, ഓണത്തിനൊക്കെ ഇടാറുണ്ടല്ലോ. Where did you get this long full skirt? അപ്പോൾ പാവാടയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ലോങ് ഫുൾ സ്കേർട്ട് എന്നാണ് പറയുന്നത്. Where did you get this long full skirt? ഫ്രം ആമസോൺ. ആമസോണിൽ നിന്നാണ്. അല്ല ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ആ ചോദ്യം പറയുമ്പോഴേ ഉത്തരം പറയുമ്പോൾ മനസ്സിലാവും അല്ലേ. ഐ ബോട്ട് ഇറ്റ് ഫ്രം ആമസോൺ. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ലോങ് ഫുൾ സ്കേർട്ട്? ഫ്രം ആമസോൺ. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ലോങ് ഫുൾ സ്കേർട്ട്? ഐ ബോട്ട് ഇറ്റ് ഫ്രം ആമസോൺ. നമുക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്നതാണ് അല്ലേ. വടക്കെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ദിശകളെ പറ്റി നമുക്ക് സംശയമുണ്ട്. വടക്ക് നോർത്ത്. തൃശ്ശൂരിൻ്റെ വടക്ക് നോർത്ത് ഓഫ് തൃശ്ശൂർ. കോഴിക്കോട് തൃശ്ശൂരിൻ്റെ വടക്കാണ്. എങ്ങനെ പറയാം? കോഴിക്കോട് ഈസ് നോർത്ത് ഓഫ് തൃശ്ശൂർ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സംശയം നമ്മൾ കോഴിക്കോടാണോ കാലിക്കറ്റാണോ പറയേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ ബ്രിട്ടീഷുകാരാണല്ലോ ഈ പേരുകളെല്ലാം മാറ്റിയത്. അവർക്ക് ഴ എന്നുള്ളത് വരാറില്ല, അവർ പറഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെയാണ് മിക്ക ഈ ഇത് മാറ്റിയത്. എന്താ സ്ഥലത്തിൻ്റെ പേര് മാറ്റി. ഇത് ഞാൻ കേട്ട കാര്യം കേട്ടോ. ചിലപ്പോൾ കമൻറ്റിൽ എന്താണ് യഥാർത്ഥ കഥയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ
കാലിക്കട്ട് എന്നായിരുന്നു പറഞ്ഞത് അല്ലേ. ഇപ്പോഴും കോഴിക്കോട് എന്നുള്ളതാണ് പേര് ഇപ്പോഴും ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ. അവിടെ കോഴിക്കോടാണ്. നമുക്ക് വേണമെങ്കിൽ കാലിക്കട്ട് എന്ന് പറയാം. കോഴിക്കോട് ഈസ് നോർത്ത് ഓഫ് തൃശ്ശൂർ. ഇനി വടക്ക് വശം എന്നുള്ളത് നോർത്ത് സൈഡ്. കോഴിക്കോട് തൃശ്ശൂരിൻ്റെ വടക്ക് വശത്താണ്. കോഴിക്കോട് ഈസ് ഓൺ ദി നോർത്ത് സൈഡ് ഓഫ് തൃശ്ശൂർ. കോഴിക്കോട് ഈസ് ഓൺ ദി നോർത്ത് സൈഡ് ഓഫ് തൃശ്ശൂർ. തെക്ക് സൗത്ത്. കൊല്ലം ആലപ്പുഴയുടെ തെക്കാണ്. കൊല്ലം ഈസ് സൗത്ത് ഓഫ് ആലപ്പുഴ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ഴയുടെ പ്രശ്നം കൊണ്ട് ഇംഗ്ലീഷുകാർ പേര് മാറ്റിയതാണ് ആലപ്പി എന്നാക്കിയത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആലപ്പുഴ എന്ന് തന്നെ പറഞ്ഞാൽ അപ്പോൾ ചിലർ നമ്മൾ ഓർക്കും ഇംഗ്ലീഷിൽ പറയുമ്പോഴും ഞാൻ അങ്ങനെ പറയണോ, ട്രിവാൻഡ്രം എന്ന് പറയണോ? തിരുവനന്തപുരം തന്നെയാണല്ലേ. അത് പണ്ടത്തെ പേരായിരുന്നു, ഇപ്പോഴും തിരുവനന്തപുരമാണ്. കൊല്ലം ഈസ് സൗത്ത് ഓഫ് ആലപ്പുഴ. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ഈ ഫാക്റ്റ് നിങ്ങൾ നോക്കണ്ട. അതായത് തെക്കല്ലല്ലോ വടക്കാണല്ലോ അങ്ങനെ ചിന്തിക്കണ്ട. അതിലിപ്പോൾ ഞാൻ ആ സെൻറ്റൻസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതിയിരിക്കുന്നതാണ്. കൊല്ലം ഈസ് സൗത്ത് ഓഫ് ആലപ്പുഴ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എറണാകുളം ആലപ്പുഴയുടെ വടക്കാണ്. നമ്മൾ പഠിച്ചാണല്ലേ. കറക്റ്റ്. എറണാകുളം ഈസ് നോർത്ത് ഓഫ് ആലപ്പുഴ. എറണാകുളം ഈസ് നോർത്ത് ഓഫ് ആലപ്പുഴ. ഇനി കിഴക്കെന്നുള്ളതിന് ഈസ്റ്റ് എന്നാണ്. ഈസ്റ്റ്. കോട്ടയം ആലപ്പുഴയുടെ കിഴക്കാണ്. കോട്ടയം ഈസ് ഈസ്റ്റ് ഓഫ് ആലപ്പുഴ. കോട്ടയം ഈസ് ഈസ്റ്റ് ഓഫ് ആലപ്പുഴ. കിഴക്ക് വശം ഈസ്റ്റ് സൈഡ്. കിഴക്ക് വശത്തെന്നുള്ളത് നമുക്ക് ഓൺ ദ ഈസ്റ്റ് സൈഡ് എന്ന് പറയാം. കോട്ടയം ആലപ്പുഴയുടെ കിഴക്ക് വശത്താണ്. അപ്പോൾ ഓൺ ദ ഈസ്റ്റ് സൈഡ് വരും അല്ലേ. കോട്ടയം ഈസ് ഓൺ ദ ഈസ്റ്റ് സൈഡ് ഓഫ് ആലപ്പുഴ. കോട്ടയം ഈസ് ഓൺ ദ ഈസ്റ്റ് സൈഡ് ഓഫ് ആലപ്പുഴ. നമുക്കൊന്നുകൂടെ പറയാം. കോട്ടയം ഈസ് ഓൺ ദി ഈസ്റ്റ് സൈഡ് ഓഫ് ആലപ്പുഴ. പടിഞ്ഞാറ് എന്നുള്ളത് എന്താണ്? വെസ്റ്റാണ് അല്ലേ. നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, വെസ്റ്റേൺ കൺട്രീസ്. കോഴിക്കോട് പാലക്കാടിൻ്റെ പടിഞ്ഞാറാണ്. ഒന്ന് പറഞ്ഞു നോക്കാം. കോഴിക്കോട് ഈസ് വെസ്റ്റ് ഓഫ് പാലക്കാട്. കോഴിക്കോട് ഈസ് വെസ്റ്റ് ഓഫ് പാലക്കാട്. അടുത്ത് എന്നുള്ളതിന് നമുക്ക് നിയർ എന്ന് പറയാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയാം. കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയത്തിൻ്റെ അടുത്താണ്. കാഞ്ഞിരപ്പള്ളി ഈസ് നിയർ മുണ്ടക്കയം. കാഞ്ഞിരപ്പള്ളി ഈസ് നിയർ മുണ്ടക്കയം. ഇനി തൊട്ടടുത്ത് എന്നുള്ളതിന് നമുക്ക് റൈറ്റ് നെക്സ്റ്റ് എന്ന് പറയാം. റൈറ്റ് നെക്സ്റ്റ്, തൊട്ടടുത്ത്. ഫാൻസി സാധനങ്ങൾ വിൽക്കുന്ന കട റോയൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ എവിടെ ഈ ഫാൻസി സാധനങ്ങൾ അല്ലേ? റോയൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. ഫാൻസി സ്റ്റോർ ഈസ് റൈറ്റ് നെക്സ്റ്റ് ടു ദ റോയൽ ഹോട്ടൽ. ദ ഫാൻസി സ്റ്റോർ ഈസ് റൈറ്റ് നെക്സ്റ്റ് ടു ദ റോയൽ ഹോട്ടൽ. അവിടെ ഞാൻ ദ എന്ന് എന്താണ് ഉപയോഗിച്ചത്? നമുക്ക് ഒരു പ്രത്യേക ഫാൻസി സ്റ്റോറിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദ എന്ന് വന്നത്. ഇനിയിപ്പോൾ എ ഫാൻസി സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി സ്റ്റോർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഹി വെൻറ്റ് ടു ദ സ്കൂൾ. അവൻ സ്കൂളിൽ പോയി. നമുക്ക് സ്കൂളിനെ പറ്റി അറിയാമല്ലേ, നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാണ്. അപ്പോൾ ആ സ്കൂളിൽ പോയെന്ന് നമുക്ക് മനസ്സിലായി ഏത് സ്കൂളിലാണെന്നുള്ളത്. കാരണം അവൻ പഠിക്കുന്നത് ഏതാണ്? സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. അപ്പോൾ അവിടെയാണ് അവൻ പോയത്. ഹി വെൻറ്റ് ടു എ സ്കൂൾ. അവനൊരു സ്കൂളിൽ പോയി. ഏത് സ്കൂൾ വേണമല്ലോ ആകാം അല്ലേ, പഠിക്കണം നിർബന്ധമൊന്നുമില്ല. എവിടെയോ പോയി, ഏതോ സ്കൂളിൽ പോയി. അതുകൊണ്ടാണ് ദ എന്നുള്ളത്. നമ്മൾ ആ ഫാൻസി സ്റ്റോറിനെ പറ്റി ആണല്ലോ സംസാരിച്ചത്, അതുകൊണ്ടാണ് ദ ഉപയോഗിച്ചത്. ഇതിനെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ടൊരു ചാപ്റ്റർ നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പുറകിലേക്ക് പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ദ ഫാൻസി സ്റ്റോർ ഈസ് റൈറ്റ് നെക്സ്റ്റ് ടു ദ റോയൽ ഹോട്ടൽ. എന്നാൽ ഞാൻ പൊക്കോട്ടെ. ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ മേ ഐ ഗോ നൗ? അപ്പം നിങ്ങൾ പറയാം യെസ് ഷ്യൂർലി. അടുത്തല്ലേ. മേ ഐ ഗോ നൗ? യെസ് ഷ്യൂർലി. അപ്പോഴേ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കൊല്ലം തിരുവനന്തപുരത്തിൻ്റെ വടക്കാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് ഡയറിയിൽ എഴുതുക, എന്നും ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന സെൻറ്റൻസുകൾ ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കരുത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല, നമുക്ക് ഉപയോഗമുള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.